സോ ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങൾ. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ 2017 കാലഘട്ടങ്ങളിൽ മീൻസ് 2017 കാലഘട്ടങ്ങളിൽ കളിച്ചിരുന്ന ഫ്രീ ഫയർ പ്ലേസ് മീൻസ് അപ്പോൾ കളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഫ്രീ ഫയർ പ്ലേസിൻ്റെ അവന്മാരുടെ ഐഡിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ നിലവിലുണ്ട്, ആക്റ്റീവ് ആണോ ഇല്ലേ എന്നൊക്കെയാണ് നമ്മളിന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അവന്മാരുടെ ഐഡിയ കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്യുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ചാനൽ സബ് ചെയ്തിട്ട് ആ വീഡിയോ കൂടെ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ അതിന് ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളിക്കാരനെ മീൻസ് ഇപ്പോൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളിക്കാരനെ നമ്മുടെ എനിമി കാര്യങ്ങൾ പോലെ മീൻസ് നമ്മുടെ ഗ്യാൻ സുജാനാണ്. അപ്പോൾ ആ ഒരു പ്ലെയറിനെ ഒരു പെണ്ണ് മീൻസ് ഇവിടെ നിന്ന് ഒരു പെണ്ണ് ഫൈറ്റ് ചെയ്ത് നേരെ ഒരാളാണെങ്കിൽ നൈസാന് കുമ്മനം കാര്യങ്ങളൊക്കെ എടുക്കും മീൻസ് നൈസാന് ഓസിയിൽ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഈ ഒരു പ്ലെയറാണ്. അപ്പോൾ ഈ ഒരു പ്ലെയറുടെ ഐ ഡി കാര്യങ്ങൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് ആണോ അല്ലെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങനെ ആ ഒരു പുള്ളിക്കാരൻ്റെ ഐ ഡി കാര്യങ്ങൾ നമ്മൾ നേരെ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ആ ഒരു പുള്ളിക്കാരൻ്റെ ഐ ഡി കാര്യങ്ങൾ നേരെ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് തന്നെ 59 ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ടായ പുള്ളിക്കാരൻ. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 30 ഡേയ്സ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ ആക്റ്റീവ് അല്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. 58 ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഓൾറെഡി കളിച്ചിരുന്ന ഒരു പ്ലെയർ തന്നെയാണ്. മീൻസ് നമ്മുടെ ഫസ്റ്റ് ലൈറ്റ് വന്നിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. സംതിങ് ഉള്ള ലൈക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്ലെയറാണ്. പിന്നെ കിൽ ഫീൽഡ് കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നില്ല, കാരണം വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത് അതിന് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ ഞാൻ ചെയ്യാം. ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഓൾഡ് ഐഡീസിൻ്റെ ഇനി ഇതുപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതുകൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഐ ഡി കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ഈ പുള്ളിക്കാരപ്പോൾ ഏതായാലും ആക്റ്റീവ് അല്ല. അപ്പോൾ ഇനി നമ്മളാണെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള കളിക്കുന്ന പ്ലേസ് മീൻസ് 17 കാലഘട്ടങ്ങളിൽ കളിച്ചായിരുന്ന ഒരു പ്ലേയേഴ്സ് ഇതിപ്പോഴും ആക്റ്റീവായി കളിക്കുന്ന പ്ലെയറുടെ ഐ ഡി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മൾ അടുത്ത ഐ ഡി കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ചെക്ക്. അപ്പോൾ നേരെ നമ്മൾ അടുത്ത ഐ ഡി കാര്യങ്ങളൊക്കെ ഏതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ ഓൾഡ് ലൈവിൽ നിന്ന് തന്നെ എടുത്ത് നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ ടീമേറ്റിൻ്റെ ഗെയിം പ്ലേ കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകും. മീൻസ് അന്ന് കളിച്ചായിരുന്ന ടീമേറ്റിൻ്റെ ഐ ഡി കാര്യങ്ങൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരനാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ ഐ ഡി കാര്യങ്ങൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകും. 2017 കാലഘട്ടങ്ങളിൽ കളിച്ച ലൈവ് സ്ട്രീമിൽ നിന്ന് എടുത്തൊരു വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഐ ഡി കാര്യങ്ങളൊക്കെ. അങ്ങനെ ഐ ഡി കാര്യങ്ങൾ നൈസായിട്ട് കോപ്പി ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കണം ആ ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ ആക്റ്റീവ് ആണല്ലോ ജസ്റ്റ് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. 73 ലെവൽ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ആക്റ്റീവായി കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ പണ്ട് മുതൽ 73 ലെവലുണ്ട്. പക്ഷേ നമ്മൾ 20,000-ഓളം ലേക്ക് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഓൾഡ് ലൈറ്റ് കളിച്ചിരുന്ന ഒരു പ്ലെയർ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ കിൽ ഫീൽഡ് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഹീറോയ്ക്ക് കാര്യങ്ങളൊക്കെ 2 തവണ കാര്യങ്ങളൊക്കെ അടിച്ചുള്ള ഒരു പ്ലെയർ കൂടെയാണ് 13 സീസണിൽ. അത്രയും അത്യാവശ്യം കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ഓൾഡായിട്ട് കളിച്ചിരുന്ന ഒരു പ്ലെയർ ആണ്. അപ്പോൾ ഇതാണ് ഒരു പ്ലെയറുടെ ഐ ഡി കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരം നമ്മൾ അടുത്തൊരു പ്ലെയറുടെ ഐ ഡി കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കളിച്ചായിരുന്ന ആ ഒരു പ്ലെയർ മീൻസ് ആ ഒരു പ്ലെയറിനെ കൊന്ന ടീമേറ്റ് മീൻസ് ഈ ഒരു പെണ്ണുമ്പിള്ളാണെങ്കിൽ നമ്മുടെ ആ ഒരു പ്ലെയറിനെ തീർത്തിട്ട് നേരത്തെ ഐ ഡി നോക്കിയ പ്ലെയറിന്. അപ്പോൾ ആ തീർത്ത ഈ ഒരു പെണ്ണിൻ്റെ ഐ ഡി കാര്യങ്ങൾ മീൻസ് ഈ ഒരു പ്ലെയറുടെ ഐ ഡി കാര്യങ്ങൾ നമ്മൾ അടുത്തായിട്ട് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നു. ഇപ്പോൾ നിലവിലുണ്ടോ ഇല്ലെന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ ഒരു പ്ലെയർ ഐ ഡി കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്ത് എടുത്ത് നേരെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ നോക്കുന്ന ആ ഒരു പ്ലെയർ 61 ലെവൽ കാര്യങ്ങൾ 30 ഡേയ്സ് ആയിട്ട് മീൻസ് ആ ഒരു പ്ലെയർ ആക്റ്റീവ് ആവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. മീൻസ് ആക്റ്റീവ് അല്ലെന്ന് തോന്നുന്ന ഒരു പ്ലെയർ എന്തായാലും ബാഡ്ജ് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അത്യാവശ്യം പണ്ടതിൽ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെ. പക്ഷേ ഹീറോയ്ക്ക് കാര്യങ്ങളൊന്നും അടിക്കാത്തൊരു പ്ലെയറാണ്. പണ്ടൊക്കെ ഹീറോയ്ക്ക് അടിക്കുക എന്ന് പറയാൻ തന്നെ ഒരുപാട് കഷ്ടപ്പാടാണ്. ഇപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അടിക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ അതുപോലെയല്ല പണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ലൈറ്റ് വന്നിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ കൂടെയാണ് അന്ന് ലൈറ്റ് പാസ് മീൻസ് ലൈറ്റ് പാസ് കാര്യങ്ങളൊക്കെയാണ്. അന്ന് ഇപ്പോഴാണ് ബൂയ പാസ് കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ആ ഒരു പ്ലെയർ അങ്ങനെ കളിച്ചായിരുന്ന ഒരു പ്ലെയർ കൂടെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ പ്ലെയർ ഐ ഡി കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അതുപോലെ നല്ല രീതിക്ക് ഇനി കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ ഇനിയുണ്ട്. മീൻസ് നല്ല ഇതേപോലെ കളിക്കുന്ന പ്ലേയേഴ്സ് നമ്മളിപ്പോൾ ആക്റ്റീവായി കളിക്കുന്നുണ്ടെങ്കിൽ 17 കാലഘട്ടങ്ങളിൽ കളിച്ചായിരുന്ന പ്ലേയേഴ്സിൻ്റെ ഐ ഡി കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് എനിക്കൊന്ന് ജസ്റ്റ് ഡി എം ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ഇനി വല്ല കണ്ടൻസ് മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻസ് കാര്യങ്ങളൊക്കെ അറിയാം മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ അതിൻ്റെ പറ്റിയുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. വൺ ടൈപ്പ് പഠിക്കുന്ന ലാഗ് ഫിക്സിങ്ങോ അതുപോലെ തന്നെ ഇതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വല്ല കണ്ടൻസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാൻ സബ് ചെയ്ത് വെച്ചത് കൂടാതെ വീഡിയോ കൂടെ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.